സഹൃദയരെ, ഇന്നൊരു ചെറിയ കഥാപ്രസംഗവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് വായിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. മാതൃസ്നേഹത്തിൻ്റെ മഹത്വവും ശക്തിയും വിളിച്ചോതുന്ന അതിമനോഹരമായ ഒരു കവിത. ആ കവിതയെ ആസ്പദമാക്കി ഒരു ചെറിയ കഥാപ്രസംഗം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാതൃസ്നേഹം. മലകളും പുഴകളും കാടുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മുണ്ടകൻ കുന്ന് പടിഞ്ഞാറ് ഭാഗത്തായി നമുക്കത് കാണാൻ പറ്റും. ഇടതു ഭാഗത്താണെങ്കിലോ ഒരു ഇടവഴി, ഒരു നടപ്പാത, അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു കുടിലിൻ്റെ മുന്നിലാണ്. യാതൊരുവിധ ആകൃതിയുമില്ലാത്ത ഒരു കുടിൽ, പക്ഷേ വളരെ വൃത്തിയും ഭംഗിയുമുള്ള ഒരു കുടിൽ. വൃത്തവും കോണും ചതുരവുമില്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പിതന്ത്രം. യാതൊരു ആകൃതിയുമില്ലാത്ത, ഒരു ശില്പിയുടെയും കരവിരുതില്ലാത്ത ഒരു ചെറിയ ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു കൊച്ചു കുടിൽ. നിങ്ങളുടെ എവരുടെയും ശ്രദ്ധയെ ആ കുടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ദേ നോക്കിക്കേ, ആ വാതിൽക്കൽ ആരോ നിൽക്കുന്നില്ലേ? അതിസുന്ദരിയായ ഒരു സ്ത്രീ ആരെയോ കാത്തു നിൽക്കുന്നതാണ്. ചാരുമന്ദസ്മിതം ചുണ്ടിൽ വിരിച്ചു ദൂരേക്കു നോക്കുന്നു സുന്ദരാംഗി. ചാരുമന്ദസ്മിതം ചുണ്ടിൽ വിരിച്ചു ദൂരേക്കു നോക്കുന്നു സുന്ദരാംഗി. ആരു കണ്ടാലും കൊതിക്കും ഈ സൗന്ദര്യം, ആരു നൽകി നിനക്കാരു നൽകി? ഈ സൗന്ദര്യം നിനക്ക് ആരാ നൽകിയത്? ബാക്കി പിന്നീട്. ഹാപ്പി അവിട്ടം ഓണം.